പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പൺ സെറ്റ്, ക്ലോസ്ഡ് സെറ്റ് എല്ലാം കണ്ടു. പ്ലെയിനിൽ ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ സെറ്റും ക്ലോസ്ഡ് സെറ്റും സ്പേസിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ എവരി ഡിസ്ക് എന്നൊക്കെ പറയുന്നിടത്ത് എവരി ബോൾ എന്നാക്കണം. ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു 2 dimensional ഒബ്ജക്റ്റ് ആണ്. ബോൾ എന്ന് പറഞ്ഞാൽ ഒരു 3 dimensional ഒബ്ജക്റ്റ് ആണ്. അതുപോലെ there is a disk എന്നുള്ള സ്ഥലത്തെല്ലാം you should replace it by there is a ball. അപ്പോൾ പ്ലെയിനിൽ വരുമ്പോൾ there is a disk എന്ന് പറയും, അല്ലെങ്കിൽ for every disk എന്ന് പറയും. സ്പേസിൽ വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് there is a ball അല്ലെങ്കിൽ for every ball എന്നൊക്കെ പ്രയോഗിക്കണം. അപ്പം നിങ്ങൾക്ക് സ്പേസിലെ ഓപ്പൺ സെറ്റിൻ്റെയും ക്ലോസ്ഡ് സെറ്റിൻ്റെയും ഒക്കെ ഡെഫിനിഷൻ കിട്ടും. അതേ കൺസെപ്റ്റ് തന്നെയാണ്. അടുത്തത് ബൗണ്ടഡ് ആൻഡ് അൺബൗണ്ടഡ് സെറ്റ്സ് ഇൻ ദി പ്ലെയിൻ ആസ് വെൽ ആസ് ഇൻ ദി സ്പേസ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലെയിൻ്റെയാണ്. കറസ്പോണ്ടിംഗ്ലി സ്പേസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. സോ എപ്പോഴാണ് ഒരു സബ്സെറ്റ്, റീജിയൻ മീൻസ് സബ്സെറ്റ്, പ്ലെയിൻ്റെ ഒരു സബ്സെറ്റ് എപ്പോഴാണ് ബൗണ്ടഡ് ആണെന്ന് പറയാം. ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇതാണ്: നമ്മുടെ പ്ലെയിൻ്റെ ഒറിജിനിൽ നിന്ന്, അതായത് 0 എന്നുള്ള പോയിന്റിൽ നിന്ന് റീച്ചബിൾ ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ അതിന് ബൗണ്ടഡ് എന്ന് പറയും. ആ സെറ്റിലെ എല്ലാ പോയിന്റ്സും ഒറിജിനിൽ നിന്ന് റീച്ചബിൾ ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെറ്റിനെ അല്ലെങ്കിൽ ആ റീജിയനെ ബൗണ്ടഡ് സെറ്റ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്കൊരു ലൈൻ എടുത്ത് നോക്കാം. ഒരു ലൈനിലെ എല്ലാ പോയിന്റ്സും ഒറിജിനിൽ നിന്ന് റീച്ചബിൾ ഡിസ്റ്റൻസിലാണോ? അല്ല. കാരണം ലൈൻ ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ളതാണ്. ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഒരിക്കലും ആ ലൈൻ്റെ അറ്റത്തേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റില്ല. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യണ ലൈൻ ആവണമെന്നൊന്നുമില്ല. അപ്പുറത്ത് കൂടെ മാറി പാസ് ചെയ്യണ ലൈൻ ആയാലും ഒറിജിനിൽ നിന്ന് ട്രാവൽ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആയുസ് തീരുന്നതിന് മുമ്പ് ആ ലൈനിൻ്റെ എല്ലാ പോയിന്റ്സിലും എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ റീച്ചബിൾ ഡിസ്റ്റൻസിലല്ല ആ ലൈനിലെ പോയിന്റ്സ് ഒറിജിനിൽ നിന്ന്. പക്ഷേ ഒരു സർക്കിള് ഓഫ് റേഡിയസ് 1 അതിലെ പോയിന്റ്സ് എടുത്ത് നോക്കാം. ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ളത്, അതിലെ എല്ലാ പോയിന്റ്സും ഒറിജിനിൽ നിന്ന് റീച്ചബിൾ ഡിസ്റ്റൻസിലാണ്. ഒരു യൂണിറ്റ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ ഒരു പോയിന്റിലെത്താം. അവിടുന്ന് പിന്നെ അങ്ങനെ കറങ്ങി നമുക്ക് എല്ലാ പോയിന്റ്സിലെത്താം. അപ്പോൾ സർക്കിള് അല്ലെങ്കിൽ ഡിസ്ക് ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ഓഫ് ബൗണ്ടഡ് സെറ്റ്സ് ആയിട്ട് പറയാം. പക്ഷേ ലൈൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് എ ബൗണ്ടഡ് സെറ്റ്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഒരു റീജിയനെ അല്ലെങ്കിൽ ഒരു സബ്സെറ്റിനെ, പ്ലെയിൻ്റെ സബ്സെറ്റിനെ എപ്പോഴാണ് ബൗണ്ടഡ് എന്ന് വിളിക്കുക? ഡെഫിനിഷൻ ഇതാണ്: ഇഫ് ഇറ്റ് ലൈസ് ഇൻസൈഡ് എ ഡിസ്ക് ഓഫ് ഫിക്സ്ഡ് റേഡിയസ്. ആ സെറ്റിലെ എല്ലാ പോയിന്റ്സും ഒരു ഡിസ്കിൻ്റെ ഉള്ളിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്കിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെറ്റിനെ ബൗണ്ടഡ് സെറ്റ് എന്ന് വിളിക്കും. അങ്ങനെയല്ലാത്ത സെറ്റുകളെ നമ്മൾ അൺബൗണ്ടഡ് സെറ്റ് എന്ന് വിളിക്കും. A region is said to be unbounded if it is not bounded. എക്സാമ്പിൾസ് കാണാം. ആദ്യം ബൗണ്ടഡ് സെറ്റ്സുകൾക്ക് എക്സാമ്പിൾ ലൈൻ സെഗ്മെന്റ്. ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ രേഖാഖണ്ഡം എന്ന് പറയും. അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഉണ്ടാവും, ഒരു എൻഡിങ് പോയിന്റും ഉണ്ടാവും. അങ്ങനത്തെ ഒരു ലൈൻ സെഗ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് എത്ര നീളമുള്ളതായിക്കോട്ടെ, ഒരു 100 കിലോമീറ്റേഴ്സോ 1000 കിലോമീറ്റേഴ്സോ എത്ര നീളമുള്ള ലൈൻ സെഗ്മെന്റ് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് ഒറിജിനിൽ നിന്ന് റീച്ചബിൾ ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. നമുക്ക് അതിലെല്ലാ പോയിന്റ്സിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സോ ലൈൻ സെഗ്മെന്റ്സ്, അതുപോലെ ഒരു ട്രയാങ്കിള്, ഡിസ്ക്, സർക്കിള്, ഇതൊക്കെ ബൗണ്ടഡ് സെറ്റ്സിന് എക്സാമ്പിളാണ്. കാരണം ഇതിലെ എല്ലാ പോയിന്റ്സിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇനി ബൗണ്ടഡ് അല്ലാത്ത അൺബൗണ്ടഡ് സെറ്റുകൾക്ക് എക്സാമ്പിൾ ലൈൻസ്. ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഖയ്ക്ക് ആദിയില്ല അന്തമില്ല. അപ്പോൾ നമുക്ക് എല്ലാ പോയിന്റ്സിലേക്ക് എത്താൻ പറ്റില്ല ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്.
അപ്പോൾ ലൈൻസ് അത് അൺബൗണ്ടഡ് ആണ്. റേ എന്ന് പറഞ്ഞാൽ രശ്മി, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, എൻഡിങ് പോയിന്റ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ എക്സ് ആക്സിസ്, ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോസിറ്റീവ് എക്സ് ആക്സിസ്, അത് ഒരു രശ്മിയാണ്, ഒരു റേ ആണ്. ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ അൺബൗണ്ടഡ് സെറ്റ്. അതുപോലെ വൈ ആക്സിസ്, എക്സ് വൈ പ്ലെയിൻ അൺബൗണ്ടഡ് ആണ്. കാരണം എക്സ് വൈ പ്ലെയിൻ്റെ എല്ലാ പോയിന്റിലേക്കും നമുക്ക് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആയുസ് തീരുന്നതിന് മുമ്പ് എത്തിച്ചേരാൻ പറ്റില്ല. സോ എക്സ് വൈ പ്ലെയിൻ ഈസ് ആൻ അൺബൗണ്ടഡ് സെറ്റ്. ഇതുപോലെ തന്നെയാണ് സ്പേസിലും. സ്പേസിൽ എങ്ങനെ പറയണം? എ റീജിയൻ ഇൻ ദ സ്പേസ് ഈസ് സെഡ് ടു ബി ബൗണ്ടഡ് ഇഫ് ഇറ്റ് ലൈസ് ഇൻസൈഡ് എ ഡിസ്കിന് പകരം എന്ത് പറയണം? ബോൾ ഓഫ് ഫിക്സ്ഡ് റേഡിയസ് സെൻറ്റേഡ് അറ്റ് ദി ഒറിജിൻ. അപ്പോൾ ഈ ഡിസ്ക് മാറ്റി ബോൾ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പേസിലെ ബൗണ്ടഡ് സെറ്റിന്റെ ഡെഫിനിഷൻ കിട്ടും. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ലെവൽ കർവ്സ്. അപ്പോൾ ആദ്യം നമ്മൾ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ് ആണ് കൺസിഡർ ചെയ്യുന്നത്, 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. സോ സപ്പോസ് നമുക്ക് ഒരു ഫംഗ്ഷൻ ഓഫ് 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കുക, എഫ് ഓഫ് എക്സ് കോമ വൈ. ഇവിടെ എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. ഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഞാൻ സെഡ് എന്ന് വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഡബ്ല്യു, അങ്ങനെ എന്തെങ്കിലും പേരിട്ട് വിളിക്കാം. അപ്പോൾ നമുക്ക് എക്സ് വൈയും വേരി ചെയ്യുന്നതിനനുസരിച്ച് സെഡ് വേരി ചെയ്യും. അപ്പോൾ എക്സും വൈയും ആർബിട്രറി ആയിട്ട് വേരി ചെയ്യുമ്പോൾ സെഡും അതുപോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ വേരി ചെയ്തുകൊണ്ടിരിക്കും. സെഡ് ഡിപ്പെൻഡ്സ് ഓൺ എക്സ് ആൻഡ് വൈ. പക്ഷേ ഫോർ എക്സാമ്പിൾ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. ഇവിടെ എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. അപ്പോൾ എക്സിന് 1ഉം വൈക്ക് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 5 കിട്ടും സെഡിൻ്റെ വാല്യൂ. എക്സിന് 0യും വൈക്ക് 10ഉം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെഡിൻ്റെ വാല്യൂ 0 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ 100 കിട്ടും. അപ്പോൾ സെഡ് ഇങ്ങനെ എക്സും വൈയും വാരി ചെയ്യുന്നതിനനുസരിച്ച് തോന്നിയതുപോലെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ സെറ്റിനെ നമുക്കൊന്ന് ക്യാപ്ചർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നടത്താം. അതാണ് ഈ ലെവൽ കർവ്സിൻ്റെ ഐഡിയ. അപ്പോൾ സെഡ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള എല്ലാ എക്സും വൈയും നോക്കുക, അങ്ങനെ ചെയ്യാം. സെഡിനെ നമുക്ക് സെഡിൻ്റെ മുകളിൽ നമുക്കൊരു ഒരു സ്ക്രൂട്ട് വയ്ക്കാം. സെഡ് ഫിക്സ് ചെയ്യാം ആദ്യം, എന്നിട്ട് കറസ്പോണ്ടിങ് എക്സും വൈയും നോക്കുക. എക്സും വൈയും വേരി ചെയ്യുന്നതിനനുസരിച്ച് സെഡ് വേരി ചെയ്യും. അപ്പോൾ സെഡ് ഇങ്ങനെ തോന്നിയ പോലെ വേരി ചെയ്യാൻ അനുവദിക്കേണ്ട. നമുക്ക് ആദ്യം സെഡിനെ ഒരു സ്ക്രൂട്ട് വെക്കുക, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സും വൈയും നോക്കാം. അതാണ് ഈ ലെവൽ കർവ്സ് എന്നുള്ള ഐഡിയ. സോ ദ സെറ്റ് ഓഫ് പോയിന്റ്സ് എക്സ് കോമ വൈ ഇൻ ദ പ്ലെയിൻ where a function f of x comma y has a constant value f of x comma y equal to c is called a level curve of f. ഇവിടെ സിക്ക് ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ലെവൽ കർവ് കിട്ടും. ഇനി സി വേറൊരു വാല്യൂ ആയിട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കുക. സെഡ് ഈക്വൽ ടു ഡി എന്നുള്ള വാല്യൂ ആയിട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ വൈ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു ഡി. അത് വേറൊരു ലെവൽ കർവ് ഫംഗ്ഷൻ എഫിൻ്റെ. സോ എഫ് ഹാസ് സോ മെനി ലെവൽ കർവ്സ്. ഫോർ ഈച്ച് ഫിക്സ്ഡ് വാല്യൂ ഓഫ് സെഡ്, you have a level curve of f. ആ സീനെ നമ്മൾ ഹൈറ്റ് എന്ന് വിളിക്കും. അടുത്ത ഡെഫിനിഷൻ ഗ്രാഫ് ഓഫ് എഫ് ആണ്. നിങ്ങൾക്കറിയാം 1 വേരിയബിൾ കേസിൽ y is equal to f of x. എക്സ് തന്നു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് നമ്മൾ മാർക്ക് ചെയ്യും. അങ്ങനെ കുറേ വാല്യൂസ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറേ വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഗ്രാഫ് ഓഫ് എഫിൻ്റെ ഒരു ഏകദേശം ഐഡിയ കിട്ടും.
അങ്ങനെയാണ്. പിന്നെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ്സുകളെല്ലാം നമ്മൾ ഒരു സ്മൂത്ത് കർവ് കൊണ്ട് ജോയിൻ ചെയ്ത് നമ്മൾ ഫംഗ്ഷൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. പക്ഷെ ഇവിടെ അത് പറ്റില്ല. ഇവിടെ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും. അപ്പോൾ നമുക്ക് അത്ര എളുപ്പത്തിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എക്സും വൈയും വേരി ചെയ്യുന്നതനുസരിച്ച് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഒരു നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത വിധത്തിൽ വേരി ചെയ്യും. അപ്പോൾ അതിന് നമുക്ക് ഈ ലെവൽ കർവ് എന്ന് പറയുന്ന ഐഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഈസിയർ ആയിട്ട് ഗ്രാഫ് ഓഫ് എഫ് സ്കെച്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നോക്കുന്നത്. സോ വാട്ട് ഈസ് മെൻ ബൈ ഗ്രാഫ് ഓഫ് എഫ്? 2 വേരിയബിൾസിൻ്റെ കേസിൽ suppose y equal to f of x is a function, then the graph of f is recalled by definition set of all x comma f of x such that x varies in the domain of f. ഇതാണ് ഗ്രാഫ് ഓഫ് എഫ് ഫോർ 2 വേരിയബിൾസ്. 3 വേരിയബിൾസിൻ്റെ കേസിൽ ഐ മീൻ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എക്സ് ആൻഡ് വൈയുടെ കേസിൽ വാട്ട് ഈസ് മെൻ ബൈ ഗ്രാഫ് ഓഫ് എഫ്? Similar definition then. The set of all points x comma y comma z or f of x y in space for x comma y in the domain of f is called the graph of f. അതേ ഡെഫിനിഷൻ്റെ പാരലൽ ആയിട്ടാണ് ഇവിടെയും പോകുന്നത്. 1 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ഡെഫിനിഷൻ്റെ പാരലൽ ആയിട്ട് തന്നെയാണ് 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ കേസിലും ഗ്രാഫ് ഓഫ് എഫ് ഡിഫൈൻ ചെയ്യുന്നത്. ദ ഗ്രാഫ് ഓഫ് എഫ് ഇസ് ഓൾസോ കോൾഡ് ദ സർഫസ്. ഗ്രാഫിനെ നമ്മൾ സർഫസ് എന്ന് വിളിക്കും. 1 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ കേസിൽ ഗ്രാഫ് ഒരു കർവ് ആയിരിക്കും. 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ കേസിൽ ഗ്രാഫ് സർഫസ് ഇൻ ദ സ്പേസ്. Example. Look at the function z equal to f of x comma y equal to x square plus y square. We want to determine the domain, range and also the level curves of the function. അപ്പോൾ ഡൊമൈൻ എന്താണെന്ന് നോക്കാം. ഡൊമൈൻ ഇവിടെ തന്നിട്ടില്ല. ഡൊമൈൻ തന്നിട്ടില്ലെങ്കിൽ ഡൊമൈൻ ഈസ് the largest possible set such that this mathematical expression makes sense. അപ്പോൾ ഇവിടെ ഏത് എക്സ് കോമ വൈ തന്നു കഴിഞ്ഞാലും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിഫൈൻഡ് ആണ്. പ്രീവിയസ് കേസിലെ പോലെ ഡിനോമിനേറ്റർ ഒന്നുമില്ല അവിടെ. അതുകൊണ്ട് തന്നെ ഇതെപ്പോഴും ഡിഫൈൻഡ് ആണ്. സോ ഡൊമൈൻ ഈസ് ദ ലാർജസ്റ്റ് പോസിബിൾ സെറ്റ് സച്ച് ദാറ്റ് this expression makes sense, and therefore domain is the whole xy plane. Now what is the range? Range means all possible values of this function. So x square plus y square is always non-negative. So range is precisely closed interval 0, open infinity. That's range. Now we want to determine level curves. So what are level curves? By definition, it is the set of points x comma y in the domain such that this function f of x y equal to x square plus y square has a constant value. f of x comma y equal to c. അതാണ് level curve of f. അപ്പോൾ x square plus y square equal to c എന്ന് പറഞ്ഞാൽ എന്താണ്? That is precisely a circle in the plane of radius root c centered at the origin. So അതാണ് ലെവൽ കർവ്സ് വരിക. ഇവിടെ സി എന്ന് പറയുന്നത് 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അപ്പോൾ സി ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. അതൊരു ലെവൽ കർവാണ്. x square plus y square equal to 0 means x equal to 0 and y equal to 0. അതായത് x comma y is 0, 0. അപ്പോൾ c equal to 0 ആകുമ്പോൾ
level curve is just one point, x comma y equal to 0 comma 0, അതായത് ഒറിജിൻ മാത്രം. ക്ലിയർ? ഇനി സി പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം. അപ്പോഴാണ് ഈ ലെവൽ കർവ് സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ വൈ സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സി. സോ എ സർക്കിൾ ഇൻ ദ എക്സ് വൈ പ്ലെയിൻ centered at the origin and radius equal to root c. അതാണ് ലെവൽ കർവ് ആയിട്ട് വരിക. ഇനി സി നെഗറ്റീവ് ആണെങ്കിലോ അപ്പോൾ എന്താ ലെവൽ കർവ് വരിക? സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ വൈ സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സി, വേർ സി ഇസ് നെഗറ്റീവ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എപ്പോഴെങ്കിലും നെഗറ്റീവ് ആവോ? ഇല്ല, ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പോൾ ദർ ഇസ് നോ എക്സ് കോമ വൈ സാറ്റിസ്ഫൈങ് ദാറ്റ്. അതായത് ആ ലെവൽ കർവ് ഇറ്റ് ഈസ് എംപ്റ്റി സെറ്റ്. അപ്പോൾ അത്രയും പറയണം, എന്നാലേ ഈ ലെവൽ കർവ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിറ്റർമിൻ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് മാത്രം എഴുതിയാൽ ആൻസർ കംപ്ലീറ്റ് അല്ല. 3 ഡിഫറെൻറ്റ് കേസുകൾ വരും. സി ഈക്വൽ ടു 0, സി ഈക്വൽ ടു സി ഈസ് പോസിറ്റീവ്, സി ഈസ് നെഗറ്റീവ്. എല്ലാ കേസിലും നമ്മൾ ലെവൽ കർവ് കണ്ടുപിടിച്ചു. ഈ സർഫസിനെയാണ്. സോ നൗ വി വിൽ ലുക്ക് അറ്റ് ദി സർഫസ് corresponding to this function f of x comma y equal to x square plus y square. Surface means graph. ഞാൻ ഈ ഗ്രാഫ് എങ്ങനെ പ്ലോട്ട് ചെയ്യാം എന്നുള്ളതിനെ വിശദമാക്കുന്ന വേറൊരു വീഡിയോ ഇടാം. ആ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും വാട്ട് ഈസ് ദി സർഫസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ആ സർഫസിനെ നമ്മൾ പരാബോളോയിഡ് എന്ന് വിളിക്കും. അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും എന്നൊക്കെ അടുത്ത ഒരു വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Thank you.